പണ്ടെല്ലാം നമുക്ക് ഈ ബിരിയാണി നെയ്ച്ചോറെല്ലാം ഒന്ന് കിട്ടണമെങ്കിൽ ഒന്നിക്കൽ വെള്ളിയാഴ്ച ആവണം, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് പരിപാടി നടക്കണം. ആ വെള്ളിയാഴ്ച ആവാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കും നെയ്ച്ചോറും കറിയോ ബിരിയാണിയോ മറ്റോ കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമല്ലല്ലോ. ഇപ്പം മിക്ക വീടുകളിലും മിക്ക ദിവസങ്ങളിലും ബിരിയാണി, നെയ്ച്ചോറ്, മന്തി ഇങ്ങനത്തെ സാധനങ്ങൾ തന്നെയാണ് ഉണ്ടാക്കാറ്. പക്ഷെ ആഴ്ചയിൽ നമ്മൾ 4 ദിവസം ബിരിയാണി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചത്തെ ദിവസം ബിരിയാണിയോ നെയ്ച്ചോറോ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം നമുക്കൊന്ന് കംപ്ലീറ്റ് ആവാത്ത പോലെയാണ്. അതുകൊണ്ട് എങ്ങനെയായാലും അന്ന് എന്തായാലും നോൺ വെജ് ആയിരിക്കും. നമ്മൾ ഈ ചിക്കൻ ബിരിയാണി വെക്കുന്ന പോലെ അല്ല കേട്ടോ ബീഫ് ബിരിയാണി വെക്കുമ്പോൾ. നിങ്ങൾ ബീഫ് ബിരിയാണി വെക്കുമ്പോൾ ബീഫ് നല്ല ക്വാളിറ്റിയും ടേസ്റ്റും ഇല്ലെങ്കിൽ ആ ബീഫ് ബിരിയാണി അത്ര പെർഫെക്ഷൻ ആയിട്ട് കിട്ടാറുണ്ടോ? എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഇല്ല കേട്ടോ. കാരണം നമ്മൾ ഇവിടുന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ ആ ബീഫ് അത്ര നല്ലതായിരിക്കണം എന്നില്ല. അതുപോലെ തന്നെ ആ ബിരിയാണി വെച്ചാലും ആ മീറ്റിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ആ ബിരിയാണിക്ക് കിട്ടണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മളിവിടെ മീറ്റ് മാർട്ട് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അവിടെ നല്ല നല്ല അടിപൊളി ബീഫ്, നമ്മുടെ നാട്ടിലത്തെ പോലെ ബീഫ് ഉണ്ടല്ലോ, ആ ബീഫ് നമുക്ക് കിട്ടും. അതിനെ കൊണ്ട് ചോറ് വെച്ചാൽ നമ്മളെ നാട്ടിൽ നിന്ന് ബിരിയാണി വെച്ച് കഴിക്കുന്ന ആ ഒരു ഫീൽ കിട്ടും. നമ്മൾ ഈ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ചിട്ട് പുളി ഉണ്ടോന്നോ ഉപ്പുണ്ടോന്നോ അല്ല മീറ്റ് വെന്തിനെന്നോ അങ്ങനെയൊക്കെ ടേസ്റ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരില്ലേ, അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. എന്നെ കൊണ്ട് അങ്ങനത്തെ ഒന്നും പറ്റില്ല ഫുഡ് ഉണ്ടാക്കുമ്പോൾ. അത് എന്തിട്ടാന്നൊന്നും അറിയില്ല. പക്ഷെ പണ്ട് എനിക്ക് ആ ഒരു ശീലമില്ല. ഞാൻ അതിനായിട്ട് വേറെ ആരെങ്കിലും വിളിക്കലാണ്. അപ്പോൾ ഇതുപോലത്തെ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറയട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.